നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് മാങ്ങ അച്ചാറാണ്. അതിന് വേണ്ടി മാങ്ങ നുറുക്കി ഉപ്പിലിട്ട് വെച്ചതാണത്. പിന്നെ വിനാഗിരി, ആപ്പിൾ സിഡർ വിനാഗിരിയാണ് ഉള്ളത്. പിന്നെ ഇത് ഒറിജിനൽ എള്ളാട്ടിയ എള്ളെണ്ണയാണ്. നമ്മൾ മില്ലിൽ പോയി നേരിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി, കായം, ഉലുവ എന്നിവയാണ് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ അടുപ്പത്ത് ഉരുളി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ പൊടിച്ചതും കായവും ഇട്ടു. അതിന് ശേഷം എണ്ണ ഒഴിച്ച് ഇതെല്ലാം ചെയ്തു. കായവും ഉലുവയും വറുത്ത് വെച്ച് പൊടിച്ചതാണ് ഇട്ടിരിക്കുന്നത്. ഇനി മുളക് ഒരുപാട് മൂക്കണ്ട, ഒരുവിധം പരിധി വിട്ട് മൂത്ത് പോയാൽ ഈ കളറ് പോവും. നമ്മുടെ കാശ്മീരി ചില്ലി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ല ചുവപ്പ് നിറം കിട്ടാനാണ്. ഇനി അതിന് ശേഷം നമ്മൾക്ക് മാങ്ങ ഇതിലേക്ക് ഇടാം. നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കുമ്പോൾ മാങ്ങ കഴുകി തുടച്ച് പാത്രം നന്നായി തുടച്ച് ഉണക്കിയതിന് ശേഷമാണ് ഇട്ടത്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൂത്തു പോകും. അപ്പോൾ നമ്മൾ ഇത് അച്ചാറാക്കി വെക്കണ പാത്രത്തിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ ചെറിയ ചെറിയ പാത്രത്തിലാക്കി വെക്കണതായിരിക്കും നല്ലത്. വലിയ പാത്രത്തിലാക്കി വെക്കുമ്പോൾ നമ്മൾ പകർത്തിയെടുക്കുമ്പോൾ നനവ് തട്ട എന്തെങ്കിലും ചെയ്താൽ ചീത്തയായി പോവും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പാത്രത്തിൽ കുപ്പികളിലാക്കി വെക്കുക. നല്ലോണം ഒരു എണ്ണ ചൂടാക്കിയിട്ട് എണ്ണത്തുണി നനച്ച് ആ ചൂടാറുമ്പോൾ അതിൻ്റെ മുകളിൽ അച്ചാറും കുപ്പിയുടെ മുകളിലിട്ട് അതിന് ശേഷം ആ ചൂടാറിയ എണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ച് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും എത്ര കാലം വേണമെങ്കിലും ഇരിക്കും, കേടാവില്ല. പിന്നെ വിനാഗിരി ഒരുപാടൊന്നും